നമസ്കാരം. ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അമേരിക്കയിലുള്ള ചില ആളുകൾ, എല്ലാവരും അധികം പറയില്ല, ചില മാന്യന്മാർ ഈ മൻഹാട്ടൻ സിറ്റിയിൽ കൊണ്ടുവന്ന് ഒരു കസേരയിലിരുത്തിയത് വളരെയധികം വിവാദമായതും ലോകമെമ്പാടും അതിൻ്റെ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ വീഡിയോയും അതിൻ്റെ പിക്ചറുമൊക്കെ പ്രചരിപ്പിച്ചതുമാണ്. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ പോയതും അതിൽ നിന്നാണ് എന്നെല്ലാവർക്കും നമുക്കറിയാം. പക്ഷേ ഈ അടുത്ത ദിവസം ഞാൻ വീണ്ടും ഒന്ന് ഈ മൻഹാട്ടൻ സിറ്റിയിലേക്ക് പോയി. അന്നും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ മൻഹാട്ടൻ സിറ്റിയിൽ കണ്ട കാഴ്ചകൾ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് തന്നെയാണോ വന്നിരുന്നത് എന്നുള്ളത്. കാരണം ഞാൻ തമാശയ്ക്കാണെങ്കിലും പറയുമായിരുന്നു, ലോകത്ത് ഏത് കാശുള്ള പിച്ചക്കാരനും വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ മൻഹാട്ടൻ സിറ്റി. അതുമാത്രമല്ല, അവിടെ 42nd സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റുണ്ട്. ഈ 42nd സ്ട്രീറ്റിൽ ഒരു പ്രത്യേകതയുള്ളത്, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിയിൽ രണ്ട് സ്ഥലത്തും ഏതാണ്ട് നമ്മുടെ ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ പെൺകുട്ടികൾ നിരനിരയായി നിൽക്കും. ഈ നിരനിരയായി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അല്പവസ്ത്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവരോട് നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ മൻഹാട്ടൻ സിറ്റിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന വലിയ വലിയ ബിസിനസ്സുകാരും ആൾക്കാരുമെല്ലാം ലിമോസിനുമായി ആ റൂട്ട് വഴി കറങ്ങി വരും. അവിടെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആളെ ഈ ലിമോസിനിൽ കയറ്റി സിറ്റി മുഴുവൻ ഒന്ന് കറക്കിയിട്ട് തിരിച്ചവിടെ കൊണ്ടിറക്കി വെക്കും. ഇത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെയുള്ള ഈ 42nd സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് ഉള്ള സ്ട്രീറ്റിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അവിടെ ടൈം സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊണ്ടിരുത്തിയത്. ഈ ടൈം സ്ക്വയറിലാണെങ്കിൽ ആധുനിക കാഴ്ച ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന റോബോട്ടും കരടിയും പുലിയും എല്ലാം റോഡിലിങ്ങനെ യഥേഷ്ടം കറങ്ങി നടക്കുന്നു. അതോടൊപ്പം തന്നെ ബാൻഡ് മേളകൾ, ആ ബാൻഡ് മേളകൾക്ക് ഇപ്പുറത്ത് സർക്കസുകാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് ആരും ധൈര്യപ്പെടാത്ത ഒരു സ്ഥലത്ത്, ധൈര്യപ്പെടാത്തതെന്ന് പറഞ്ഞാൽ മീറ്റിംഗ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ലാതെ, ആ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് സോണാണ്. കുറേ ഓപ്പറ ഹൗസുകളും അതേപോലെ തന്നെ സിനിമാശാലകളും ഇങ്ങനെയുള്ള തെരുവ് നാടകങ്ങളും എല്ലാമുള്ള, ലോകത്ത് മനുഷ്യന് എന്തെല്ലാം ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആസ്വദിക്കാനുള്ള കാര്യങ്ങളുള്ള എല്ലാ, പ്രത്യേകിച്ച് തുറന്നു പറയേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളുമുള്ള ഒരു സ്ഥലം. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പിണറായി വിജയനെ കൊണ്ടിരുത്തി ഏതാണ്ട് വലിയ മാമാങ്കം നടത്തി എന്ന് ചില ആളുകൾ അവകാശപ്പെടുന്നതും, ആ മാമാങ്കത്തിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ആർക്കൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് അന്ന് നമ്മൾ പരിശോധിച്ചതാണ്. വേണമെങ്കിൽ വീണ്ടും അതൊന്നുകൂടി പരിശോധിക്കാം. കാരണം അതിൻ്റെയും ചില പേപ്പറുകളും രേഖകളുമൊക്കെ കയ്യിൽ വന്നിട്ടുണ്ട്.